ഇതാ ഇപ്പോൾ ബെയിലി പാലത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സൈന്യം നിർമ്മിച്ചിട്ടുള്ള ബെയിലി പാലത്തിലൂടെ ആളുകൾ ഇതാ അതിലെ കടന്നു പോവുകയാണ്. ആ പാലം അങ്ങനെ പൂർണ്ണ സജ്ജമായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ദുരന്ത ഭൂമിയിൽ വളരെ പെട്ടെന്ന് തന്നെ സൈന്യം അതീവ ശ്രമകരമായി രാപ്പകൽ അധ്വാനിച്ചുകൊണ്ടാണ് ഈ ബെയിലി പാലം ഇത്തരത്തിൽ നിർമ്മാണം പൂർണ്ണമായിട്ടും അത് ഈ തോതിലേക്ക് നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നത്. പൂർണ്ണമായി സജ്ജമായിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഭിലാഷ് മോഹനുണ്ട് വിവരങ്ങളുമായി. അഭിലാഷ് ഇതാ പാലത്തിന് മുകളിലുണ്ട്. അഭിലാഷ്, പാലം അതിന്റെ നിർമ്മാണം പൂർണ്ണ തോതിൽ ആയിട്ടുണ്ടോ? അതിലൂടെ ആളുകൾക്ക് കടന്നു പോകാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അത് സജ്ജമായി കഴിഞ്ഞോ? നമ്മൾ ഇപ്പോൾ ബെയിലി പാലത്തിൻ്റെ മുകളിലാണുള്ളത്. ബെയിലി പാലത്തിൻ്റെ ഒരു അറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. ഇനി ഫോർമാലിറ്റീസ് ഉണ്ട്. നമ്മൾ ആ ബെയിലി പാലത്തിൻ്റെ മുകളിലൂടെ നടന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. അതായത് ബെയിലി പാലം സമ്പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ബെയിലി പാലം പൂർത്തിയായി. ആ ബെയിലി പാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചിട്ടുള്ളത്. അതായത് ബെയിലി പാലം തുറന്നു എന്ന് പറയാൻ കഴിയില്ല, 15 മിനിറ്റ് കൂടെ എടുക്കും. അവർ നമ്മളോട് ആർമി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി 15 മിനിറ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനും നമ്മുടെ ക്യാമറമാനും ബെയിലി പാലത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചത്. അതായത് ബെയിലി പാലം സഞ്ചാരയോഗ്യമായിരിക്കുന്നു. അങ്ങനെ നമ്മുടെ സൈന്യം വളരെ ചെറിയ സമയം കൊണ്ട് ഒരു സമ്പൂർണ്ണ പാലം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയാം. ഈ പാലം ഇനി അങ്ങോട്ട് ഉപയോഗിക്കാനുള്ള പാലം കൂടിയാണ്. പുതുതായി ഇവിടെ ഒരു പാലം വരുന്നത് വരെ ഈ പാലം ഉപയോഗിക്കാൻ കഴിയും. യുദ്ധകാല അടിസ്ഥാനത്തിൽ എന്നുള്ള വാക്കിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിലാണ് ഈ പാലം ഉണ്ടാക്കിയിട്ടുള്ളത്. മുമ്പ് സിക്കിമിൽ ഗാങ്ടോക്കിൽ ഇന്ത്യൻ ആർമി ഇതുപോലൊരു പാലം ഉണ്ടാക്കിയത് നമ്മൾ വാർത്തകളിൽ അറിഞ്ഞിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ കേരളീയർ അനുഭവിക്കുകയാണ്. ക്ഷണനേരം കൊണ്ടൊരു പാലം തയ്യാറായിരിക്കുന്നു. ഈ ദുരന്ത മേഖലയ്ക്ക് വലിയ ആശ്വാസമാകും ഈ പാലം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പാലം ഔദ്യോഗികമായി തുറക്കാൻ അല്പസമയം കൂടി എടുക്കും, അല്ലെങ്കിൽ അതിന് ഔദ്യോഗികമായ നടപടിക്രമങ്ങളുണ്ട്. പക്ഷേ പാലം പൂർത്തിയായിരിക്കും. ആ പാലത്തിലൂടെയാണ്, ആ പാലത്തിൻ്റെ പ്രേക്ഷകർ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ പാലത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ നടന്നാണ് ഞാൻ ഇപ്പുറത്തേക്ക് വന്നത്. പാലം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി അതിൻ്റെ ഫോർമാലിറ്റി മാത്രമാണ് ബാക്കി ഉള്ളത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. കാത്തിരുന്ന ബെയിലി പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നു. മുണ്ടക്കൈയെയും അതുപോലെ തന്നെ പുറം ലോകത്തെയും ബന്ധിപ്പിക്കുന്ന, മുണ്ടക്കൈയെ പുറം ലോകത്തേക്ക് ബന്ധിപ്പിക്കാനുള്ള, അട്ടമല മുണ്ടക്കൈ മേഖലകളെ പുറം ലോകവുമായി ബന്ധിപ്പിക്കാനുള്ള ഏകമാർഗമാണ് ഈ ബെയിലി പാലം. ഈ ബെയിലി പാലത്തിലൂടെ ഭാരവാഹനങ്ങൾ കയറുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഒരു താൽക്കാലിക നടപ്പാലം സൈന്യം 2 തവണ പോയതിനു ശേഷം പിന്നെ ഉണ്ടാക്കിയ ഒരു താൽക്കാലിക നടപ്പാലം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ഭാരവാഹനങ്ങൾക്ക് കയറാൻ പറ്റുന്ന ഒരു പാലം ഉണ്ടാവുന്നു. ഈ പാലം വഴി ഇനി ഹിറ്റാച്ചികൾ അടക്കമുള്ളവയ്ക്ക്, അതുപോലെ ട്രക്കുകൾ അടക്കമുള്ളവയ്ക്ക് കയറാം എന്നുള്ളതാണ് ഈ പാലത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. നേരത്തെ ഹിറ്റാച്ചികൾ പുഴ ക്രോസ് ചെയ്ത് ഇപ്പറേ വന്നിരുന്നു. പക്ഷേ പാലത്തിലൂടെ ആയിരുന്നില്ല, പാലം വഴി ആയിരുന്നില്ല, വെള്ളത്തിലൂടെ തന്നെയായിരുന്നു. ഇപ്പോൾ പാലം വന്നിരിക്കുന്നു. ഇനി ഔദ്യോഗികമായി ഈ പാലം സൈന്യം ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് ഈ പാലം പൂർത്തിയായി എന്ന് തന്നെ പ്രേക്ഷകരോട് പറയാം. ഈ പാലത്തിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പാലത്തിലൂടെ നടന്നാണ് ഇപ്പുറത്തേക്ക് വന്നത്. എന്നാൽ അത് തുറന്നു എന്ന് ഔദ്യോഗികമായി ഡിക്ലെയർ ചെയ്യാനായിട്ടില്ല. ഒരു സുരക്ഷാ പരിശോധന ഉണ്ട് എന്നാണ് സൈന്യം പറയുന്നത്. അതിനി കേവലമായ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ബെയിലി പാലത്തെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ അപ്ഡേറ്റ് ആണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കുന്നത്. ബെയിലി പാലം പൂർത്തിയായിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബെയിലി പാലം പൂർത്തിയായി എന്ന നല്ല വാർത്ത പ്രേക്ഷകരെ അറിയിക്കുകയാണ് ഈ സമയത്ത്. അക്ഷയ, തീർച്ചയായും ദുരന്ത ഭൂമിയിൽ നിന്ന് അവിടെ അതിന്റെ രക്ഷാപ്രവർത്തനം, അതിന്റെ തെരച്ചിൽ അത് അതിവേഗത്തിലാക്കാൻ, ഒപ്പം തന്നെ ഈ സമയത്ത് മാത്രമല്ല കുറച്ചുകൂടി കാലം ആ പാലം ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ സൈന്യത്തിന്റെ അവരുടെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിലാണ് ഈ പാലം ഇത്തരത്തിൽ പൂർണ്ണ സജ്ജമാകുന്നത്. സമ്പൂർണ്ണമായിരിക്കുന്നു ആ പാലം എന്നുള്ള റിപ്പോർട്ടാണ് അഭിലാഷ് അവിടെ നൽകുന്നത്.